എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിജാസ്. ഇന്ന് നമ്മളുള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലത്തെ അല്ല. ലാസ്റ്റ് വീഡിയോയിൽ ഒരു മാർക്കറ്റിലായിരുന്നു നമ്മൾ എൽക്കൂസിലുള്ള മാർക്കറ്റ് ലാസ്റ്റ് വീഡിയോ കണ്ടറിയാം. പക്ഷേ ഇന്ന് നമ്മളുള്ളത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ആർട്ടിഫിഷ്യലി ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണ്. സ്ഥലത്തിൻ്റെ പേര് ലാമിയ ബീച്ചാണ്. ദുബായിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ആർട്ടിഫിഷ്യലി ആണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, തുടക്കം തന്നെ കാണാം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. കൂടുതലും എന്താ പറയുക, ഈ ആർക്കിടെക്ചറായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് ബീച്ചത്തിനെക്കാട്ടും മുന്നുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ കഫ്റ്റീരിയാസ്, മ്യൂസിക്കിനായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫിലിം കാണാനുള്ള തിയേറ്റർ വരെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാനിതിൽ കണ്ടിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് കാണാം. വാ. അപ്പം നമുക്കിവിടെ കാണാം ഒരുപാട് ടാക്സീസൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയണത്. ഇപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ടാക്സിയിൽ വരാണെങ്കിൽ അവർ ഇവിടെ വന്ന് ഇറക്കും. അതുപോലെ തന്നെ നമുക്ക് പോകണമെങ്കിൽ തന്നെ അവർ തന്നെ ഉണ്ടാവും ഇവിടെ. ഇപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ള ബസ്സിലാണ്. ബസ് വരുന്ന നേരെ നടന്നു വരാം. ടാക്സിയിൽ വരുമ്പോൾ എല്ലാവരും ഇതാണ് എൻട്രൻസ് ഇതിൻ്റെ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് ടോട്ടലി വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷറിയസ് എക്സ്പ്ലോറിങ് പ്ലേസ് ആണ്. ഇവിടെ വരാൻ ഒരു പൈസയില്ല, ഒന്നുമില്ല, ടോട്ടലി ഫ്രീ ആണ്. ആർക്കെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് വിച്ച് ഐ ക്യാൻ സജസ്റ്റ് ഫോർ യു. സോ ഇപ്പം ബീച്ച്, ഇപ്പം ലോങ് ഡ്രൈവും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരു ആൾക്കാരാണെങ്കിൽ ഫാമിലീസിനൊക്കെ ഇവിടെ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 2 to 3 hours കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻട്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വിൻറ്റേജ് വണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ നോർമലി എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ആ വണ്ടി നല്ല വിൻറ്റേജ് ആയിട്ടുള്ള രീതിയിലാണ്. കാലിഫോർണിയയുടെ ഒരു വണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ഷെവർലയുടെ വണ്ടിയാണ്, കാലിഫോർണിയ രജിസ്റ്റേർഡ് ആണ്. ജസ്റ്റ് ഒരു ഷാബി 2-3 ഫോട്ടോസൊക്കെ എടുത്തല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ ഒരു ട്രാക്ക് പോലെ, ഇത് പഴയ ഒരു ട്രാമിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ട്രാക്കാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ടോട്ടലി ഇവിടെ കാണാം. ടോട്ടലി ഇവിടെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു പ്രൊജക്റ്റ് വരാൻ പോവാണ്. ഇപ്പം ലെമിർ ബീച്ചിൻ്റെ ഒരു ഭാഗമായിരുന്നത് അപ്പോൾ ഇവിടുന്ന് പുതിയൊരു പ്രൊജക്റ്റ് വരുന്ന കാരണം ടോട്ടലി ജസ്റ്റ് ഫോർ ഫ്യൂ മന്ത്സ് ഇത് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ള ചാമ്പൈപ്പ് എന്ന് പറയേണ്ട, നാട്ടിലൊക്കെ ബാക്കിയുള്ളടത്ത് എങ്ങനെ പറയാമെന്നറിയില്ല. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ വെള്ളമൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർത്തിയിട്ട കാരണം ഇവിടെ വെള്ളമൊന്നും വരുന്നില്ല. ഈ മുകളിൽ ഇത് കണ്ടോ, അതൊരു വാട്ടർ ടാങ്കാണ്. അവിടെ നിന്നൊക്കെ വെള്ളം താഴ്ത്തിക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നു. ടോട്ടലി കുറച്ച് നാളത്തേക്ക് നിർത്തിയ കാരണം ഇതൊന്നും കാണിക്കണില്ല എന്നുള്ളൂ. ബട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാനും, അതേപോലെ തന്നെ കപ്പിൾസ് ആണെങ്കിൽ തന്നെ കുറച്ച് നേരമൊക്കെ വന്നിരുന്നു സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വാട്ടർ തീം പാർക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വാട്ടർ തീം പാർക്കാണ്, പക്ഷേ അടിപൊളി റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. എന്താ പറയുക, ലഗൂന വാട്ടർ പാർക്ക് എന്നാണ് ഇവർ ഇതിന് ഇട്ടിട്ടുള്ള പേര്. നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് കണ്ടാലറിയാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, ഓരോ റൈഡ്സും ഇങ്ങനെ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റൈഡിൽ. ഇപ്പോൾ ഒരു നിർത്തിയിട്ടേക്കുന്ന കാരണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കയറാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ കുറച്ച് നാളത്തേക്ക് നിർത്തിയ കാരണം എനിക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ തന്നെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഹെലികോപ്റ്ററൊക്കെ പോകണം. നോക്കി ഇവിടെ ഫുള്ളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓണാണ്. ഇതാണ് ഇവിടുത്തെ ഈ സ്ട്രക്ചറും കാര്യങ്ങളും നോക്കി ഭയങ്കര ആർട്ടിഫിഷ്യലി ആർക്കിടെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ രീതിയിലാണ്. ഇതൊരു ഓൾഡ് ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എടുത്തിട്ടുള്ള. കണ്ടില്ലേ, ഈ ഇലക്ട്രിക് റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടില്ല. കൂടുതലും പഴയ ഒരു മോഡലിലൊക്കെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇതൊരു വുഡാണ്. ഇത് ഒറിജിനൽ വുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു എന്താ പറയുക, ടോട്ടലി ഒരു ക്രൗഡ് ഫീൽ ഇല്ലാത്ത. ബട്ട് ഷൂട്ട് ചെയ്യാനും നമുക്കിവിടെ വരാനും ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചേ ഉള്ളൂ, ബട്ട്
അതിൻ്റെ ചെറിയൊരു ബാക്ക് സൈഡാണ്. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ബീച്ചസ് കാര്യങ്ങളൊക്കെ കാണാം. ടോട്ടലി ഇവിടെ പുതിയൊരു പ്രൊജക്റ്റ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെതായ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷട്ട് ഡൗൺ ചെയ്ത കാരണമാണ് ഇവിടെ ആൾക്കാരില്ലാത്ത. ഇതെന്ന് പറയുന്നത് ഒരു നമുക്ക് നാട്ടിലൊക്കെ ഗോ കാർട്ടിംഗ് ഉണ്ട്, വണ്ടി റേസിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ. അതിൻ്റെ ഒരു ട്രാക്കാണ് ഈ കാണുന്നത്. കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അതുകൊണ്ടാണ് കൂടുതലും ഒന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എന്തായാലും 2 വീക്സിന് ശേഷം നമ്മൾ വീണ്ടും കൂടി വരും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓണായിട്ട് കൂടുതലും കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കണ്ടെയ്നേഴ്സില്ലേ, കണ്ടെയ്നർ വെച്ചിട്ട് അതും ഒരുപാട് ഇൻറ്റീരിയറും എന്താ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുള്ള ടോട്ടലി. ഇവിടെ എന്താ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ലവേഴ്സ് ലോക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ലണ്ടൻ ബ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അത് കണ്ടോ കുറേ പേരെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിംഗിളായ കാരണം എനിക്ക് വെക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ വെക്കേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ നമുക്കൊന്ന് ഡെഫിനറ്റ്ലി എന്തായാലും വെക്കാം. ഇത് ടേബിൾ ടെന്നീസ് കളിക്കുന്ന സംഭവമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇതും ഗെയിംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതുണ്ടല്ലേ വളരെ മനോഹരമായിട്ട് ജീൻസിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര അടിപൊളി സംഭവങ്ങളാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അത്രയും അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇവിടെ കണ്ടില്ലേ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഇവിടെ എല്ലാതും ചെയ്തിട്ടുള്ളത്. ഭയങ്കര എന്താ പറയുക, ക്രിയേറ്റീവായിട്ടുള്ള ടാലൻ്റുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഈ കണ്ടെയ്നർ ബോക്സിൽ നിന്ന് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങളൊന്ന് ചിന്തിച്ച് കണ്ടെയ്നർ ബോക്സിൽ നിന്ന് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ അത്രയും ആർട്ടിഫിഷ്യലി സൂപ്പറായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്, കളർഫുള്ളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. മൂപ്പര് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂപ്പരുടെ അടുത്ത് ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കാം. ബ്രദർ, can you introduce to our subscribers your names and all, what you're doing here? Hi, my name is Joseph Limbo and I'm from India. I'm working here in Dubai. It's going to be 1 year now, and Dubai is really nice country. Like if you want to visit here, and you can make good money here if you work nicely. അപ്പോൾ പുള്ളി നമ്മൾ ഇതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ നമ്മളെ പോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടും കാര്യങ്ങൾക്കായിട്ടും. അപ്പം പുള്ളിയുടെ കയ്യിൽ GoPro കാര്യങ്ങളൊക്കെ ഉണ്ട്. I'm telling to my subscribers that you have using also a GoPro and all that things. I've been using this GoPro Hero Black chain, and the reason why I'm using this one is like you can make very easy, right? Yeah, stabilizing. Very nice stabilization feature with this one. So I just started my YouTube channel. Same like us. Same like you guys. So it was totally nice to talking with you. Yeah. അപ്പം ലിംബോ മൂപ്പര് നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കീപ്പ് ആൻഡ് കോം ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാറിയിട്ട് ടോട്ടലി ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. ഇവിടെ ബീച്ചാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ നോർമൽ ബീച്ചല്ല. ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻസും കൂടുതൽ ട്രാവലേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ബീച്ചാണ്. നമുക്കിപ്പോൾ വീക്കെൻഡ്സിലൊക്കെ എന്തെങ്കിലും ബീച്ച് കാണണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടിപൊളി ഫാമിലിക്ക് വേണ്ടി കൂടുതലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ബീച്ച് എന്താ നല്ല എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇത്ര കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ആക്ച്വലി ഇവിടെ എന്താണെന്നുള്ളതെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് ആക്ച്വലി ഒരു വ്ളോഗ് പോലെയല്ല. ഈ സ്ഥലം പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടൊന്ന് കാണിച്ചു തരാം. അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ആക്ച്വലി ഇത് വ്ളോഗും അല്ല, അങ്ങനത്തെ ട്രാവലിംഗ് പോലുള്ള പർപ്പസ് അല്ല. ക്ലോസ്ഡ് ആണെങ്കിൽ പോലും ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലം ലെമർ ബീച്ച് തന്നെയാണ്. നോർമലി ഇവിടെ കുറച്ച് ടെമ്പററി ആയപ്പോലും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഫോട്ടോ വന്നെടുക്കാനും കുറേ പേർക്ക് വന്ന് എൻജോയ് ചെയ്യാനും ഫ്രീ ആയിട്ട് വന്നിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നീ
ബീച്ചിൽ പോയി വന്നു, ബീച്ചിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ബീച്ചിലെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ പ്ലേസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും വരണം. ഇത്രയും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മുടെ അടുത്ത വീഡിയോയിൽ എന്തായാലും മാറ്റുന്നതായിരിക്കും.